നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ സിമൻറ്റ് ചട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. വളരെ ലഘുവാണ്, നമുക്ക് വീട്ടിൽ വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണത്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതൊരു പ്ലാസ്റ്റിക് ചട്ടിയാണ്. ഇതാണ് നമ്മുടെ ചട്ടി ഉണ്ടാക്കുന്നതിൻ്റെ അച്ച്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ വൃത്തിയിൽ പുരട്ടുക. വെളിച്ചെണ്ണയോ കരിയോ ഓയിലോ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കണ്ടല്ലേ, ഞാൻ ഫുള്ള് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഗ്രൗട്ട് കലക്കുക. വെള്ളവും സിമെൻറ്റും ഉപയോഗിച്ച് ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൗട്ട് ഈ ചട്ടിയുടെ ഉള്ളിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും അത് എത്തത്തക്ക വിധത്തിൽ നമ്മളതിനെ ചുഴറ്റുക. അങ്ങനെ ചുഴറ്റണ ഇത് ഗ്രൗട്ട് ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് ചട്ടി നല്ല വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യുക. മൂന്ന് കപ്പ് കോറി മണൽ, 1 കപ്പ് സിമൻറ്റ്. ഇതാണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനം. അല്ലാതെ കൂടുതലൊന്നും വേണ്ട. നമുക്ക് 3 കപ്പിന് 1 കപ്പ് സിമൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് വെള്ളം വളരെ കുറവായിട്ട് നമുക്ക് പിട്ടിൻ്റെ ഉണ്ടാക്കുന്ന അളവിനുള്ള വെള്ളം ചേർത്താൽ മതി. അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തുക. സാധിക്കുമെങ്കിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുക. അതൊക്കെ ഈ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖകരമായിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ അത് ഇരിക്കും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൊളരും അതും ഇതും ഉപയോഗിച്ച് ചെയ്യൊന്നും വേണ്ട. കൈ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അതിങ്ങനെ ഒന്നമർത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഉറച്ചിരിക്കും. കാരണം നമ്മൾ ഗ്രൗട്ട് കലക്കിയ വെള്ളമൊക്കെ അതിലിരിക്കണോണ്ടേ ഇതിൽ നന്നായിട്ട് പിടിക്കും. നമുക്കൊരു ഏകദേശം ഇതിൻ്റെ ഒരു കനം നമ്മുടെ ഐഡിയയിൽ ഉണ്ടായാൽ മതിട്ടാ. അത് മുഴുവനായിട്ടും ഈ പരിക്കൻ എന്നാണ് ഇതിന് പറയുക. ഈ പരിക്കൻ ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് ഏറെക്കുറെ സെറ്റായിക്കൊണ്ടിരിക്കും. അത് വീഴാതിരിക്കാനും കൂടിയാണ് അത് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം വല്ല കൊളര, ഇത് സത്യത്തിൽ മണ്ണ് മാന്തണ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത്. കാരണം പരന്ന കൊളര കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യാൻ വളരെ സൗകര്യമാണ്. എന്നിട്ട് അതിനെ ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്യുക. ഒരു കുപ്പി കൊണ്ട് ചെയ്താലും വളരെ നന്നാവും കേട്ടോ. കുപ്പി കൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ചെയ്യാറ്. കുപ്പിയും സ്പൂണുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പൂണാണ്. ആ സ്പൂൺ കൊണ്ട് വളരെ സുഖകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉരുണ്ട കുപ്പിയാണ് കുറച്ചും കൂടി സ്പേസ് കിട്ടും. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ ആവശ്യം ശരിക്കുള്ളത്. അപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരാവശ്യം, അതൊക്കെ നമ്മുടെ ഒരു ആവശ്യാനുസരണം ചെയ്യാവുന്ന സംഗതികളാണ്. അതിനുശേഷം ആ സ്പൂൺ കൊണ്ട് വീണ്ടും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. സ്പൂണാണ് എന്തായാലും എന്നെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യപ്രദമായ സംഗതി. കാരണം മറ്റുള്ളതൊന്നും നമ്മൾക്ക് പരിചയമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചെറിയ സാധനമായതുകൊണ്ട്
നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റും. അടിയും ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്യാൻ സാധിക്കും. വെള്ളമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. വെള്ളം വളരെ കുറച്ച് തന്നെ വേണ്ടൂ. അധികം വെള്ളമായാൽ നമ്മളുടെ പ്ലാസ്റ്റിക് ചട്ടിമേ പിടിച്ച് നിൽക്കില്ല, അത് താഴത്തേക്ക് പൊട്ടി വീഴും. ഞങ്ങൾ ആദ്യം ചെയ്തത് മുഴുവൻ അങ്ങനെയായി പോവുക ചെയ്തത്, നമുക്കറിയാതെ. നമ്മളിത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് ചെയ്ത ഒരു സംഗതിയാണല്ലോ, അതാരും പഠിപ്പിച്ചതൊന്നല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് വൃത്തിയിലും വെടുപ്പിലും ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ചട്ടി, അതിൽ കുറച്ച് മണ്ണുള്ളൊരു ചെടിച്ചട്ടിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിറച്ച് മണ്ണുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പുറത്തെ നമ്മുടെ സിമൻറ്റ് പ്രഷർ വന്ന് അത് നല്ല വൃത്തിയിലും വെടുപ്പിലും ആവും. ഈ കാലിച്ചട്ടി ആവുമ്പോൾ അത് അങ്ങോട്ട് പൂർണ്ണമായും ഉണ്ടാവില്ല. അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് സ്വല്പം മണ്ണുള്ള ഒരു ചട്ടിയിൽ ചെയ്ത് നമ്മൾ ഇപ്പോഴാണ് കൊളറിൻ്റെ ആവശ്യം വരും. ആ കൊളർ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഫിനിഷിംഗ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചട്ടിയുടെ ഏറ്റവും മോൾ ഭാഗം ഫിനിഷിങ്ങിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ അതിൽ വലിയ സംഗതികളൊന്നും ചെയ്യില്ല. അതിന് ശേഷം അതൊന്ന് തിരിപ്പിച്ച് ഇതേപോലെ എടുക്കാൻ സാധിക്കും. അടി തിരിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. അപ്പം എന്താ വെച്ചാൽ വളരെ വൃത്തിയാവും. വളരെ വൃത്തിയായിട്ട് സാധനം ഇരിക്കും. സൈഡൊക്കെ വളരെ ഭംഗിയായിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചട്ടി തന്നെയാണ്, അതേപോലത്തെ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇത്ര വരെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ ഒരു 10-20-15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചട്ടി സുഖകരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കേണ്ടതാണ്. അല്ലേ, ഭംഗിയില്ലേ, നല്ല രസമുണ്ടല്ലോ കാണാനല്ലേ. വല്ലോടെ ഉന്തി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക ആ സ്പൂൺ കൊണ്ട്. അതിൻ്റെ അതേപോലെ സെൻറ്ററിലൊരു ഹോൾ ഇടുക. അത് നമ്മൾ വിരലുകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് അങ്ങോട്ട് ആവും. അല്ലാതെ വേറെ അതിനൊന്നും വലിയ സംഗതികളൊന്നും ചെയ്യണ്ട. ഇനി നമ്മൾ ആ ചട്ടി എടുക്കാനുള്ളൊരു പരിപാടിയാണ്. ശരിക്കും അത് എന്താണെന്ന് വെച്ചാൽ, ചട്ടി പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച് തട്ടിയെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു ഉപാധിയാണ്, അതിൻ്റെ മുകളിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഒന്ന് വികസിക്കും. അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരും. മറ്റേ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അത് അവർ ഇങ്ങനെ ഒരൊറ്റ തട്ടി അങ്ങോട്ട് പോരുന്നുണ്ട്. അതുപോലെ നമുക്ക് പോരണില്ല. അതെന്താ സംഗതി എന്ന് എനിക്കറിയില്ല. നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യണത്. വളരെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരും, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിനൊരു കേടും വരില്ല. ഇതൊരു ബക്കറ്റാണ്. ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ചാക്കൊക്കെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ചട്ടി നേരിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെയാണ് അത് ഞങ്ങൾ എടുക്കണത്. അത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സൗകര്യപ്രകാരം ചെയ്യാം. ഉണ്ടാവും. വളരെ ഭംഗിയായിട്ടുള്ളൊരു ചട്ടി നമുക്ക് കിട്ടി. ഇതിന് വലിയ ചിലവുമില്ല. വളരെ നല്ല ഭംഗിയുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ചട്ടിയുടെ അതേ രൂപത്തിലും ഭാവത്തിലുമാണ് സാധനം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നല്ല വെയിൽ കൊള്ളിക്കുക, നല്ല രീതിയിൽ കുറേ വെയിൽ കൊള്ളിക്കുക. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിടുക എന്നൊക്കെ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഉറയ്ക്കും. അതാണ് മെയിൻ സംഭവം. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കൊണ്ടുപോകാൻ സാധിക്കും. വെള്ളത്തിലൊക്കെ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കണോണ്ട് തെറ്റില്ല. വെയിലത്ത് കുറച്ചധികം നേരം വെക്കാം. നമ്മൾ ചട്ടി ഉണ്ടാക്കിയതിന് ശേഷം
അതൊരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ഉറക്കാതെ പൊട്ടി വീഴും. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ 24 മണിക്കൂർ എന്തായാലും നമുക്ക് അത് വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിന്റ് ഉപയോഗിച്ച് നമുക്കത് പെയിന്റ് ചെയ്യാം. പെയിന്റ് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് മഴ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ സിമെന്റ് ഇളകി പോവും, മണൽ പുറത്തു പോവും. അപ്പോൾ പിന്നെ അതിന് ബലമില്ലാതെയായി പൊട്ടാനുള്ള ചാൻസുകളുണ്ട്. ഇത് ഞാൻ ചുമപ്പ് പെയിന്റ് അടിക്കുന്നതാണ്. ഇതൊക്കെ സഹായിക്കാൻ എൻ്റെ മക്കൾ എൻ്റെ ഒപ്പം ഉണ്ടാവും. അല്ല, ഇതിപ്പോ കഷ്ടി ഞാൻ പറയുകയാണെങ്കിൽ 5 കിലോ സിമെന്റ് കൊണ്ട് എന്തായാലും നമുക്കൊരു 6 ചട്ടി ഇതേപോലത്തെ വലിപ്പത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ശ്രമിക്കുന്നുണ്ട്, കിട്ടേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം ചെയ്യുന്നത് പോലെയല്ല, നമുക്ക് എക്സ്പീരിയൻസ് വന്നതിൻ്റെ അളവുകളൊക്കെ വളരെ രസകരമായി കുറയ്ക്കാൻ പറ്റും. പിന്നെ അതാണ്, ഞാൻ ആന്തോറിയമാണ് ഇതിൽ ആദ്യമായിട്ട് നടണത്. എൻ്റെ കയ്യിൽ കുറച്ച് ആന്തോറിയങ്ങളുണ്ട്, ചുമന്ന ആന്തോറിയം. അത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെറിയ ചട്ടിയാണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.